Hello everyone, Assalamu alaikum and welcome back to my YouTube channel. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ്. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണത് ഒരു കടല മസാലയാണ്. അപ്പോൾ എൻ്റെ ഉമ്മയുടെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഡിഷാണിത്. അപ്പോൾ റെസിപ്പിയിലോട്ട് പോകുന്നതിന് മുന്നായിട്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടും കൂടെ കാണാം. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് റെസിപ്പി നോക്കിയിട്ട് വരാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ കടല വേവിച്ച് വെച്ചിട്ടുണ്ട്. വേറെ ഒന്നും ഇട്ടിട്ടില്ല. കടല ഓവർനൈറ്റ് സോക്ക് ചെയ്ത് വെച്ചതാണ്. അതിൽക്ക് ഉപ്പും കുറച്ച് വെള്ളവും കൂടെ ചേർത്തിട്ട് കുക്കറിൽ ഒരു 6 വിസിലാണ് ഞാൻ അടിച്ചേക്കണത്. അപ്പോൾ കണ്ടില്ലേ, നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഇത് ഒരുപാട് കുക്കായി പോകാനും പാടില്ല, എന്നാൽ ഒട്ടും വേവാതിരിക്കാനും പാടില്ല. കറക്റ്റ് ആ ഒരു ഇതിൽ കിട്ടണം. അപ്പോൾ ഞാനിവിടെ കടല വേവിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഞാനിതിലോട്ട് എടുക്കണത് ഒരു ചെറിയ സവാളയും പിന്നെ ഒരു 2 അല്ലി വെളുത്തുള്ളി, ഒരു ചെറിയ പീസ് ഇഞ്ചി, ഒരു പച്ചമുളക്. നിങ്ങളുടെ കയ്യിൽ വലിയ സവാള ആണെങ്കിൽ അതിൻ്റെ ഹാഫ് പോർഷൻ പകുതി എടുത്താൽ മതിയാവും. പിന്നെ പച്ചമുളകൊക്കെ ഓരോരുത്തരുടെ എരിവനുസരിച്ച് എടുക്കുക. ഇഞ്ചി ഒരു ചെറിയ പീസ് മതി. ഞാൻ മറ്റൊരു പീസ് ഉണ്ടായിരുന്നത് അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ വെളുത്തുള്ളി നല്ലൊരു ഫ്ലേവറാണ് ഇട്ട് കഴിഞ്ഞാൽ. അപ്പോൾ ഞാനിവിടെ ഒരു 2-2.5 അല്ലി എടുത്തിട്ടുണ്ട്. ചെറുതായി കട്ട് ചെയ്ത് അവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു പാൻ വെച്ചിട്ട് നമുക്കതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ ഇതൊരു നാടൻ റെസിപ്പി അല്ലേ, അപ്പോൾ അതുകൊണ്ട് കൂടുതലും വെളിച്ചെണ്ണ തന്നെ യൂസ് ചെയ്യുക. അതല്ല ഓയിലാണോ ഉള്ളതെന്നുണ്ടെങ്കിൽ അത് യൂസ് ചെയ്യുക, കുഴപ്പമൊന്നുമില്ല. പിന്നെ ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ചെറിയ ജീരകമാണ്. ക്യുമിൻ സീഡില്ലേ, അത് ചേർത്ത് കൊടുത്തിട്ട് ഫ്ലെയിം നമ്മൾ നന്നായിട്ടൊന്ന് കുറച്ച് വയ്ക്കുക. നല്ല ലോ ഫ്ലെയിമിൽ വയ്ക്കണം, അല്ലെന്നുണ്ടെങ്കിൽ ആ ജീരകമൊക്കെ കരിഞ്ഞ് പോകാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഞാനിതിലേക്ക് ചേർത്ത് കൊടുത്തത് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചെറുതായി കട്ട് ചെയ്തതില്ലേ, അത് ഇതിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ആ ഒരു റോ സ്മെല്ലും ആ ഒരു പച്ച ടേസ്റ്റും പോണ വരെയും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഞാനിതിലോട്ട് ചേർത്ത് കൊടുത്തത് ഒരു പച്ചമുളക് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, അപ്പോൾ അതാണ് ഇതിലോട്ട് ചേർത്ത് കൊടുത്തത്. പിന്നെ ഞാൻ സവാള ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇത്രയും ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കുക. സവാള ഒരുപാട് വാടേണ്ട ആവശ്യമില്ല. ഏകദേശം ഒരു ബ്രൗൺ കളറൊക്കെ ആയി വരുമ്പോൾ അതിലോട്ട് ഞാനിവിടെ ചേർക്കണത് കായത്തിൻ്റെ പൊടിയാണ്. അപ്പോൾ ഏകദേശം ഒരു 1/4 ടീസ്പൂൺ അല്ലെങ്കിൽ ഒരു 1/2 ടീസ്പൂൺ കായത്തിൻ്റെ പൊടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഒരു ഫ്ലേവർ കിട്ടും നല്ല. അപ്പോൾ അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. പിന്നെ ഞാനിതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് കറിവേപ്പിലയാണ്. കറിവേപ്പിലയും കൂടെ ചേർക്കുമ്പോൾ നമുക്ക് നല്ലൊരു സ്മെല്ലായിരിക്കും ഈ ഒരു ടൈമിൽ വരിക. കാരണം കറിവേപ്പിലയും ആ ഒരു പച്ചമുളകും ഉള്ളിയും എല്ലാം കൂടെ ഒന്ന് വാടുമ്പോൾ നല്ലൊരു സ്മെല്ലുണ്ടാവും. ഫ്ലെയിം പ്രത്യേകം ശ്രദ്ധിക്കുക, നന്നായിട്ട് ലോ ഫ്ലെയിമിൽ വയ്ക്കുക. പിന്നെ നമുക്ക് ഇതിലോട്ട് പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കുക. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്, 1 ടീസ്പൂൺ മുളക് പൊടി, അതേപോലെ തന്നെ 1 ടീസ്പൂൺ മല്ലിപ്പൊടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മുളക് പൊടി ഓരോരുത്തരുടെ എരിവനുസരിച്ച് ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു 1/4 ടീസ്പൂൺ ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ആ ഒരു പച്ചമണം മാറുന്ന വരെയും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. പിന്നെ ഞാനിതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ കടല വേവിച്ച വെള്ളമില്ലേ, ആ കടല വേവിച്ച വെള്ളം ചേർത്ത് കൊടുക്കുക. കടല വേവിക്കുമ്പോൾ നമുക്ക് എന്തായാലും അതിൽ വെള്ളം ബാലൻസ് ഉണ്ടാവും, അപ്പോൾ അത് നമുക്ക് കളയേണ്ട ആവശ്യമില്ല. ഈ ഒരു ടൈമിൽ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ച് അതൊന്ന് വറ്റിച്ചെടുക്കണം. അപ്പോൾ നമ്മുടെ ആ ഒരു മസാലയൊക്കെ കറക്റ്റായിട്ട് നമ്മളെ കടലയിൽ പിടിക്കും ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ. ഇപ്പോൾ അഥവാ നമ്മുടെ കയ്യിൽ കടല വേവിച്ച വെള്ളം ഇല്ലയെന്നുണ്ടെങ്കിൽ കുറച്ച് പച്ചവെള്ളം ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പോൾ നന്നായിട്ടൊന്ന് വറ്റിയൊക്കെ വന്നിട്ടുണ്ട്. ഈ ഒരു ടൈമിൽ ഞാനിതിലോട്ട് വേവിച്ച് വെച്ചേക്കണ കടല ഇട്ട് കൊടുത്തിട്ടുണ്ട്. കടല ഓവർ കുക്കൊന്നും ആയി പോകാൻ പാടില്ല കേട്ടോ. പിന്നെ ഞാനിതിലോട്ട് ചേർത്ത് കൊടുക്കണ ഇൻഗ്രീഡിയൻറ്റ് തേങ്ങയാണ്. അപ്പോൾ തേങ്ങ ഞാനിവിടെ ഒരു 4 ടീസ്പൂൺ തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ആ ഒരു മസാലയൊക്കെ നമ്മൾ ചേർത്തിട്ടില്ലേ, ആ മസാലയൊക്കെ ആ ഒരു കടലയിലും തേങ്ങയിലും നന്നായിട്ട് പിടിക്കണം. ആ ഒരു ഇതിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ കടല ഒഴിച്ചപ്പോൾ
അതിൽ കുറച്ചും കൂടെ വെള്ളമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് നമുക്ക് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് വറ്റിച്ചെടുക്കണം. അപ്പോൾ അത് വറ്റണ ആ ഒരു ടൈമിൽ ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുത്താൽ നല്ലൊരു ഫ്ലേവറും നല്ലൊരു സ്മെല്ലും കിട്ടും. അപ്പോൾ ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി, അത് ഓപ്ഷണലാണ്. പിന്നെ ഈ ഒരു ടൈമിലില്ലേ ഇതിലോട്ട് മുട്ട ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഞങ്ങളിവിടെ ഈവനിങ് സ്നാക്കൊക്കെ ആയിട്ട് ഇത് മിക്കപ്പോഴും ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ നമുക്ക് ഒരുപാട് എണ്ണയിൽ വറുത്ത സാധനങ്ങളും അതൊക്കെ കഴിക്കണേക്കാളും നല്ല ഹെൽത്തിയാണ് ഇങ്ങനെ ഉള്ളതൊക്കെ ഉണ്ടാക്കി കഴിച്ച് കഴിഞ്ഞാൽ. ഇത് നമുക്ക് കൂടുതലായിട്ടും നമ്മുടെ ഷോപ്പിലെല്ലാം കിട്ടുന്നത് തട്ടുകടയിൽ കിട്ടാറുണ്ട്. അതേപോലെ തന്നെ ബീച്ചിൻ്റെ സൈഡിലൊക്കെ ഇല്ലേ ഷോപ്പുകളൊക്കെ ഉണ്ടാവില്ലേ, അങ്ങനത്തെ ഷോപ്പുകളിലൊക്കെ കിട്ടാറുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നന്നായിട്ട് വെള്ളമൊക്കെ വറ്റി നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ ഈ ഒരു സംഭവം ഞങ്ങളിവിടെ മിക്കപ്പോഴും ഉണ്ടാക്കുന്ന ഒരു റെസിപ്പിയാണ്. പിന്നെ ഈ സെയിം ഇതിൽ തന്നെ നമുക്ക് വെള്ളക്കടല യൂസ് ചെയ്യാൻ പറ്റും. അതേപോലെ തട്ടുകടയിലൊക്കെ കിട്ടുന്ന വേറൊരു സംഭവമില്ലേ, ഗ്രീൻ പീസും മുട്ടയും വെച്ചിട്ട്, അപ്പോൾ അതും ഞങ്ങൾ ഉണ്ടാക്കാറുണ്ട്. അതും നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഒന്ന് ഈ ഒരു റെസിപ്പി ഒന്ന് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാം. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.